പുഷ്പ 2 റിലീസ് ദിനത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ അല്ലു അർജുനെതിരെയും സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും തെളിവ് പുറത്തുവിട്ട് പോലീസ്. ബെനിഫിറ്റ് ഷോയിൽ നടൻ അല്ലു അർജുൻ പങ്കെടുക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി തിയേറ്റർ മാനേജ്മെന്റിന് നൽകിയ കത്താണ് ചിക്കട്ട്പള്ളി പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഡിസംബർ 4 നടന്ന ബെനിഫിറ്റ് ഷോയിൽ അല്ലു അർജുനും രശ്മിക മന്ദാനയും പങ്കെടുത്താൽ അമിത തിരക്കുണ്ടാകുമെന്ന് സന്ധ്യ തിയേറ്ററിന് മുന്നറിയിപ്പ് നൽകുകയാണ് കത്തിലൂടെ പോലീസ്. സന്ധ്യ 70mm, സന്ധ്യ 35mm എന്നീ തിയേറ്ററുകൾ ഒരേ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരു തിയേറ്ററുകളിലേക്കും കയറാനായി ഒറ്റ പ്രവേശന കവാടം മാത്രമേയുള്ളൂ. അല്ലു അർജുൻ ബെനിഫിറ്റ് ഷോ കാണാൻ എത്തുന്നത് പോലീസിനെ അറിയിച്ചിരുന്നില്ലെന്ന വാദം പൊളിക്കാൻ തിയേറ്റർ മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം കത്ത് പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ചിക്കട്ട്പള്ളി പോലീസിന്റെ പ്രതിരോധം. യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നടൻ ജയിൽ മോചിതനായിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി സന്ധ്യ തിയേറ്ററിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി 39 വയസ്സുള്ള രേവതിയാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഭർത്താവ് ഭാസ്കറിനും മക്കളായ ശ്രീതേജിനും സാൻവിക്കുമൊപ്പമായിരുന്നു രേവതി പുഷ്പ പ്രീമിയർ ഷോ കാണാനെത്തിയത്. ഇതിനിടെ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി തിയേറ്ററിലേക്ക് എത്തുകയും ആരാധകർ തിരക്കുകൂട്ടുകയും ചെയ്തു. തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ രേവതിയും മകൻ ശ്രീതേജും കുഴഞ്ഞു വീഴുകയായിരുന്നു. രേവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. പുഷ്പ 2 റിലീസ് ദിനത്തിൽ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ മരിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിലാണ് അല്ലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അല്ലുവിന്റെ അറസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. അല്ലു സമർപ്പിച്ച ജാമ്യാപേക്ഷ തെലങ്കാന ഹൈക്കോടതി പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു നാടകീയമായ അറസ്റ്റ്. ഇതിനു പിന്നാലെ അല്ലുവിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി അല്ലുവിനെ പുറത്തുവിടാൻ ജയിൽ അധികൃതർ തയ്യാറായില്ല.